ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവം നമുക്ക് നൽകിയ വിലയേറിയ ജീവനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരായി മാറുവാൻ തിരുവഴുത്തിലൂടെ നമ്മോട് ഇടപെടുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വിധവയായ ഒരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വിധവയുടെ ജീവിതത്തിൻ്റെ അവസ്ഥയൊന്ന് പരിശോധിച്ചാൽ, ഇവിടെ കലത്തിലുള്ള ഒരു പിടി മാവും കൂടെ എടുത്ത് ചുട്ട് അപ്പത്തിന് ശേഷം അവൾ മരിക്കാൻ വേണ്ടി മനസ്സിൽ ഒരുങ്ങിയിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ഉഴൽച്ചകളെയും ആവശ്യങ്ങളെയും നമ്മുടെ അവസ്ഥകളെയും അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടാതെ ദൈവതിരുമുഖം അന്വേഷിക്കുക. ഞാൻ നിങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ, സമൂഹത്തിൽ ഉന്നതരായിരിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമുള്ള, പല വലിയ ബിസിനസ് തരങ്ങൾ ശോഭിച്ചിരുന്നവരൊക്കെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തരണം ചെയ്യാനോ അവയെ കണ്ട് ഭയന്നോ അല്ലെങ്കിൽ നിരാശപ്പെട്ടിട്ടോ വിലയേറിയ തങ്ങളുടെ ജീവനെ എറിഞ്ഞുടച്ചത് തകർത്ത് കളഞ്ഞ് ഞാനും നിങ്ങളും കണ്ടതും കേട്ടതുമാണെങ്കിൽ, ദൈവം നമുക്ക് നൽകിയ ജീവനെ തകർത്ത് കളയാൻ നിൽക്കാതെ വിടുതൽ നൽകുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരുങ്ങുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ നിന്റെ വിഷയത്തിന് കർത്താവ് പരിഹാരകനാ. ഈ വിധവ പൊടുന്നനെയോടത്തൊരു തീരുമാനമല്ല. പ്രവാചകൻ വന്ന് ഒരപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ തീരുമാനമല്ല. കഴിഞ്ഞ ചില ദിവസങ്ങളായി തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവവും ദേശത്തുണ്ടായ വലിയ ക്ഷാമത്തിൻ്റെ നടുവിൽ തങ്ങളെ സംരക്ഷിപ്പാൻ ആരുമില്ല, തങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല, കലത്തിലെ മാവും തീർന്ന ശേഷം മുൻപോട്ട് പോകാൻ വഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനായി മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിധവയുടെ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറഞ്ഞു: അനാഥനും വിധവയ്ക്കും ന്യായപാലനം ചെയ്യുന്ന ദൈവം ഈ വിധവയുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിഞ്ഞ് അങ്ങ് ദൂരെ നിൽക്കുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതറിയിക്കുക, നീ സാറാഫാത്തിലേക്ക് ചെല്ലണം, അവിടെ വിധവയുടെ ഭവനത്തിൽ ചെല്ലണം. ഞാൻ കാണിച്ചു തരും. പ്രവാചകൻ വിധവയുടെ ഭവനത്തിൽ വന്നത് അവിടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, അവളെ സംരക്ഷിക്കാനാണെങ്കിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലൂടെയോ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെയോ, നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ സംരംഭങ്ങളോ നിങ്ങളുടെ തലമുറകളോ കുടുംബജീവിതമോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു തൃപ്തിയില്ലായ്മയോ നിരാശയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവനെ എറിഞ്ഞു കളയാതെ തകർത്ത് കളയാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ, വിധവയുടെ ഭവനത്തിലേക്ക് ദൂരെ നിന്ന് പ്രവാചകനെ അയച്ച അതേ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാ. അതുകൊണ്ട് വിഷയങ്ങൾ നടുവിൽ ആകുലപ്പെടാതെ വിഷയങ്ങളെ പരിഹരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറാം. ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ തകർച്ചയല്ല, നിങ്ങളുടെ ശുഭതയാകുന്നത് കൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുന്ന, നമ്മെ ക്ഷേമത്തോടെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. നിരാശപ്പെടാതെ ദൈവത്തിന് വിടുതലിനായി കാത്തിരിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.